മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പഠനത്തിനായി ഇന്ന് നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ 3 പീഡാനുഭവ പ്രവചനങ്ങളിൽ ഒന്നാമത്തേതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ രക്ഷാകര പദ്ധതി എന്താണെന്ന് യേശു തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗം. നമ്മളും അനുവർത്തിക്കേണ്ട ജീവിത ദർശനം ഇതുതന്നെയാണെന്ന് സഭ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുമുണ്ട്. യേശു പറയുകയാണ്, താൻ ജനപ്രമാണികൾ, പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ വളരെയേറെ സഹിക്കും, തിരസ്കരിക്കപ്പെടും, വധിക്കപ്പെടും, എന്നാൽ 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ യേശുവിനെ കൈക്ക് പിടിച്ച് അല്പം മാറ്റി നിർത്തി രഹസ്യമായി യേശുവിനോട് പറയുകയാണ്, ഈശോയെ, അങ്ങേക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഞങ്ങൾക്കിതൊന്നും സഹിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ യേശു തിരിഞ്ഞ് എല്ലാ ശിഷ്യന്മാരെയും നോക്കി പത്രോസിനെ പരസ്യമായി താക്കീത് ചെയ്യുന്നു. പത്രോസിനോട് പറയുകയാണ്, സാത്താനെ, നീ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഇന്നും മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? ഇന്ന് മനുഷ്യർ കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് നേരെ വിപരീതമാണ് യേശുവിൻ്റെ ദർശനം. കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. എങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ, എങ്ങനെയുള്ള വേദനകൾ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിലെ രോഗികൾക്ക് വേണ്ടി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി, ബന്ധനത്തിലും തടവിലുമൊക്കെ കഴിയുന്നവർക്ക് വേണ്ടി, പാപാന്തരത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയൊക്കെ അവരുടെ മോചനത്തിനായി നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മുടെ ആ സഹനങ്ങൾക്ക് രക്ഷാകരമായ മൂല്യമുണ്ട്. അതാണ് യേശുവിൻ്റെ മാർഗം. എന്നാൽ അതിന് വിപരീതമായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ മേഘത്ത് തന്നെ നമ്മൾ ചാട്ടവാറ് കൊണ്ട് അടിക്കുക, നമ്മുടെ തലയിൽ മുൾമുടി അടിച്ച് കയറ്റുക, നമ്മൾ തന്നെ വെയിലത്തോ അല്ലെങ്കിൽ മെറ്റിലിനകത്തോ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ചില വൈകല്യങ്ങൾ അല്ലെങ്കിൽ വൈകൃതങ്ങൾ സഹനമാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോഴും ചില സന്യാസ ആശ്രമങ്ങളിലൊക്കെ ഇത് തുടരുന്നുവെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ മൂല്യം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും പിടികിട്ടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ കുറഞ്ഞു വരികയാണ്. യേശു പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. കഷ്ടപ്പാടുകളും വേദനകളും ഒഴിവാക്കാൻ വേണ്ടി ഓടി നടക്കുകയല്ല, ധ്യാനഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോവുകയല്ല, മറിച്ച് ഒരു ചലഞ്ചായി ഇതിനെയൊക്കെ എടുക്കുക. കഷ്ടപ്പാടുകൾ, വേദനകൾ, കുരിശുകൾ എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണം. അവയെല്ലാം കീഴടക്കി മുന്നോട്ട് പോയി വിജയം വരിക്കണം എന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പാടുകളും വേദനകളും കാണുമ്പോൾ ഇട്ടേച്ച് ഓടുന്നവനോ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ മാത്രം കഴിയുന്നവനോ ജീവിത വിജയം കൈവരിക്കാനാവില്ല. അവന് രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് അവന് ശരിയായ ബോധ്യമില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് ഇത്. നമുക്കറിയാം, നമ്മൾ എന്തുമാത്രം സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒക്കെ നേടിയാലും അവയൊക്കെ തെറ്റായ മാർഗത്തിലൂടെയാണ് നേടുന്നതെങ്കിൽ എത്രമാത്രം വലിയ കുറ്റബോധമായിരിക്കും അതുണ്ടാക്കുക. പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നതും അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി ജീവിക്കുന്നതും
അല്ലെങ്കിൽ വലിയ മാനസിക ക്ലേശങ്ങൾ നരകാഗ്നിയിൽ എന്നതുപോലെ മനമുരുകി ജീവിക്കേണ്ടി വരുന്നതും ഈ തിന്മയുടെ മാർഗത്തിലൂടെ നടന്ന് ജീവിത വിജയം കൈവരിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ മാർഗം അതല്ല. നമ്മുടെ മാർഗം നന്മയുടെ മാർഗമാണ്, സ്നേഹത്തിൻ്റെ മാർഗമാണ്, സുവിശേഷത്തിൻ്റെ മാർഗമാണ്. ഈ ഭൂമിയിൽ സുവിശേഷാനുസൃതം ജീവിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അല്പം നമ്മൾ അപഹാസ്യരായി മാറിയേക്കാം. അപ്പോൾ അവിടെയൊന്നും നമ്മൾ പതരരുത്. നമ്മൾ അതൊക്കെ കണ്ട് നമ്മുടെ സുവിശേഷ ദർശനങ്ങളിൽ നിന്നും സുവിശേഷ മൂല്യങ്ങളിൽ നിന്നുമൊക്കെ പിന്മാറിയാൽ അത് എത്രമാത്രം ലജ്ജാകരമാണ് എന്നോർത്ത് നോക്കുക. അങ്ങനെ നമ്മൾ ദൈവത്തിന് മുമ്പാകെയും ലജ്ജിതരാകേണ്ടി വരുമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഈ ദേവാലയത്തിൽ പോകുന്നവരെയും ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകുന്നവരെയും എല്ലാം പരിഹസിക്കുന്നവരുണ്ട്. അത് കേട്ട് പിന്തിരിഞ്ഞു പോകുന്നവരുണ്ട്. എന്നാൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ഞാനവൻ്റെ യേശുവിനോട് ചേർന്ന് ജീവിക്കും. അതാണ് എൻ്റെ മാർഗം, അതാണ് എൻ്റെ യേശു എന്നെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നോമ്പുകാലത്ത് കൂടുതൽ ഊർജ്ജസ്വലരായ ക്രൈസ്തവ വിശ്വാസികളാകുവാൻ നമ്മുടെ സഹനങ്ങളുടെയും വേദനകളുടെയും മൂല്യം, അതിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.